ജാതന്റെ മോളെ നിശ്ചയാണ് അടുത്ത ആഴ്ച. അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് പുതിയ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിക്കാണ് ഒരാള്. മുഖമൊക്കെ ഒരുമാതിരി ആക്കിയിട്ടൊക്കെയാ നിക്കുന്നത്. അവന് പൈസന്റെ വില അവള് മനസ്സിലാക്കണ്ടേ? എന്തൊരു കഷ്ടാണെന്ന് പറ. 2 മാസം മുമ്പല്ലേ അനിലിന്റെ കല്യാണത്തിന് പോകുമ്പോ ഡ്രസ്സ് എടുത്തത്. പിന്നെയും പുതിയത് വേണമെന്ന് പറഞ്ഞാലോ? അപ്പൊ നാട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ? അതന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഈ സ്ഥാനത്ത് അപ്പൊ നീയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എത്ര ഡ്രസ്സ് വാങ്ങിക്കൂട്ടണം? അതന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അപ്പൊ അവൻ എന്ത് പറയാൻ? അവൻ പറയുന്ന അവളിപ്പോ കുറെ പ്രാവശ്യം വേണം വേണം എന്ന് പറഞ്ഞാൽ അവനെങ്ങനെ നിക്കാനിരിക്കാനും കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ആന്നല്ലേ പറയൂ. ഹലോ. ഇല്ലടോ, ഇവിടുത്തെ കാര്യം എന്ത് പറയാനാ? ഇതിപ്പോ എനിക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടേ നമ്മുടെ സുരഭിന്റെ എൻഗേജ്മെന്റിനെ അമ്മ ചേച്ചിമാരെ വിളിച്ച് ചോദിക്കണ. ഏട്ടനാണെങ്കിൽ അമ്മേനോട് അമ്മ ചോദിച്ചിട്ട് എടുത്തുകളെന്ന് പറയുന്നത് ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. കുറച്ചു ദിവസം മുമ്പേ ഞാനൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇട്ടാ മതി എന്നാണ് അമ്മ പറയുന്നത്. നോക്കുമ്പോ സംഗീത ചേച്ചി അതന്നെ പറഞ്ഞു. പിന്നെ ഏട്ടന് ഒരു രണ്ടാളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറുവാക്കില്ലല്ലോ. ഇത് മാത്രമൊന്നല്ല, ഇന്ന് രാവിലെ എന്തൊക്കെ പുകിലാന്നറിയാം ഇവിടെ നടന്ന് തലവേദനയാന്ന് പറഞ്ഞു ഞാനൊന്ന് കിടന്നതിന്. എന്റെ മോളേനി ഇവരുടെ കുടുംബക്കാരിൽ ആരും അറിയാനില്ല, എല്ലാരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. അതും കേട്ടതാ മിണ്ടാതെ നിൽക്കുന്ന ഒരു ഭർത്താവ് എനിക്കിവിടെ ഉള്ളേ.